അറബിക്കടലിൽ കപ്പലിൽ നിന്ന് കാർഗോകൾ കടലിൽ വീണതായി ആദ്യമേ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ് അവിടെ വെച്ച് ചെരിഞ്ഞതെന്ന വാർത്ത പുറത്തു വന്നത്. എന്തായാലും അതീവ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോകളാണ് കടലിൽ വീണിരിക്കുന്നത്. ആരും അടുത്തു പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഈ വസ്തു ഏത് കപ്പലിൽ നിന്നാണ് വീണതെന്ന കാര്യത്തിൽ ആദ്യം ദുരൂഹത തുടർന്നിരുന്നു. പിന്നീടാണ് ഇത് വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണെന്ന് തിരിച്ചറിഞ്ഞത്. 24 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. 9 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്ററുകളും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് നിന്ന് അകലെയായി അറബിക്കടലിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കപ്പലിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോ കടലിൽ വീണിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കാർഗോ അടിഞ്ഞാൽ പൊതുജനം തൊടരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 6 മുതൽ 8 വരെ കണ്ടെയ്നറുകൾ വരെയാണ് കടലിൽ ഒഴുകി നടക്കുന്നത്. മധ്യകേരളം മുതൽ വടക്കൻ കേരളം വരെയാണ് ഇവ എത്താൻ സാധ്യതയുള്ളത്. ഇവ കണ്ടാൽ ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിവരം അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എണ്ണപ്പാട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.